തലമുറകളായി അവർ കാത്തിരുന്നു. ദാവീദിന്റെ പരമ്പരയിൽ നിന്ന് ഒരു രാജാവിനെ ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. ബേത്ലഹേമിൽ നിന്നുള്ള ഒരു ഭരണാധികാരി, അവരുടെ പാപങ്ങൾ വഹിക്കാൻ പോകുന്ന ഒരുവൻ. പക്ഷേ നൂറ്റാണ്ടുകൾ കടന്നുപോയി. ഇപ്പോൾ അവർ റോമാൻ ഭരണത്തിന് കീഴിലാണ്. അവർ സ്വതന്ത്രരായിരുന്നില്ല. മലാഖി പ്രവാചകന് ശേഷം 400 വർഷക്കാലം സ്വർഗം നിശബ്ദമായിരുന്നു. വേറൊരു പ്രവാചകനോ ദൈവത്തിൽ നിന്നൊരു ശബ്ദമോ ഒന്നും തന്നെയില്ല. അവർ മിശിഹായെ കാത്തിരിക്കുന്നു. അവനിലൂടെ ലഭിക്കാൻ പോകുന്ന വിടുതലിനായും ദൈവം വീണ്ടും സംസാരിക്കുന്നതിനായും അവർ കാത്തിരുന്നു. പിന്നെ പെട്ടെന്ന് മരുഭൂമിയിൽ ഒരു ശബ്ദമുയർന്നു വന്നു. അവനു ചുറ്റും ജനക്കൂട്ടം തടിച്ചുകൂടി. അവർ പരസ്പരം ചോദിച്ചു, ഇവൻ ക്രിസ്തുവാണോ? വരൂ, സ്വർഗം അതിൻ്റെ നിശബ്ദത ഭഞ്ജിക്കുന്ന ആ നിമിഷത്തിലേക്ക് നമുക്ക് ചുവടുവയ്ക്കാം. Stories that shine, truth that grows. Welcome to Joy Seeds. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ചോദ്യം. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കണ്ടപ്പോൾ അവന് എന്ത് സ്ഥാനപ്പേരാണ് നൽകിയത്? ഉത്തരമറിയാവുന്നവർ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അറിയില്ലെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും. ഇനി അതുമല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കൂ. അതിൽ 2 തവണ അദ്ദേഹം യേശുവിനെ ഈ പേര് ചൊല്ലി വിശേഷിപ്പിക്കുന്നുണ്ട്. റോമൻ ഭരണാധികാരിയായ തിബെരിയോസ് കൈസരുടെ 15-ാം ഭരണവർഷം പോന്തിയോസ് പീലാത്തോസ് യഹൂദ്യയുടെ ഗവർണറായിരുന്നു. ഹേരോദാവ് ഗലീലയുടെയും ഫിലിപ്പോസ് ഇതുരിയ ത്രഖേനിത്തി ദേശങ്ങളിലും ലുസാനിയാസ് അബിലേനയിലും ഇടപ്രഭൂക്കന്മാരായിരുന്നു. ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരായിരുന്നു. ഈ പേരുകളും സ്ഥലങ്ങളും എന്തിനാണ് ബൈബിളിൽ എടുത്തു പറഞ്ഞിരിക്കുന്നതെന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. യേശു ജനിച്ച സമയത്ത് യഹൂദ്യ, ഗലീലി, ശമര്യ, ചുറ്റുമുള്ള പ്രദേശങ്ങൾ എന്നിവ ഭരിച്ചിരുന്നത് മഹാനായ ഹെരോദാവ് രാജാവായിരുന്നു. യഹൂദന്മാരുടെ രാജാവായി പിറന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലിച്ച അതേ രാജാവ്. അദ്ദേഹം മരിച്ചപ്പോൾ റോമർ ആ രാജ്യം വിഭജിച്ചു. രാജ്യത്തിൻ്റെ മുഴുവൻ ഭരണവും അവൻ്റെ ഒരു പുത്രനു മാത്രമായി കൊടുത്തില്ല. ഗലീലി ഭരിച്ചത് അദ്ദേഹത്തിൻ്റെ മകനായ ഹെരോദ് അന്തിപ്പാസ് ആയിരുന്നു. അദ്ദേഹത്തെ രാജാവെന്നല്ല വിളിച്ചിരുന്നത്, മറിച്ച് ഒരു രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ഭരണാധികാരി എന്നർത്ഥം വരുന്ന ടെട്രാർക്ക് അഥവാ ഇടപ്രഭു എന്നാണ്. യേശു വളർന്നത് ഗലീലി പ്രദേശത്തെ ഒരു ചെറിയ പട്ടണമായ നെസറത്തിലാണ്. യേശുവിൻ്റെ ശുശ്രൂഷകൾ കൂടുതലായി ഗലീലയിലാണ് നടന്നത്. യേശുവിൻ്റെ അദ്ഭുത പ്രവൃത്തികൾ നടന്ന കപ്പർനഹൂം, കാന തുടങ്ങിയ സ്ഥലങ്ങളും ഇവിടെയാണ്. യോർദാൻ നദിയുടെ കിഴക്കുഭാഗത്തുള്ള ഇതുരിയ, ത്രക്കോനിത്തി പ്രദേശങ്ങൾ ഹെരോദാവിൻ്റെ മറ്റൊരു മകനായ ഫിലിപ്പോസ് ഭരിച്ചു. യഹൂദന്മാർ മാത്രം താമസിച്ചിരുന്ന ഒരു പ്രദേശമല്ലായിരുന്നു അത്. സുവിശേഷം ഒരേ ജനതയ്ക്കു മാത്രമല്ല, അതിർത്തി പ്രദേശങ്ങളിലേക്കും വ്യാപിക്കാനിരിക്കുകയാണ് എന്ന സൂചന ഇവിടെ ലഭിക്കുന്നു. ഡമസ്കസിന് സമീപമുള്ള വടക്കൻ പ്രദേശമായ അബിലേന റോമാക്കാർ നിയമിച്ച ലുസാനിയാസ് ഭരിച്ചു. അദ്ദേഹം ഹെരോദാവിൻ്റെ മകനല്ലായിരുന്നു. ഇത് യഹൂദയിലേക്കുള്ള പ്രധാന വ്യാപാര പാതകളിൽ ഒന്നായിരുന്നു. യേശുവിൻ്റെ കാലത്ത് ഇസ്രായേൽ ചെറിയ ഒരു പ്രദേശമല്ല, രാഷ്ട്രീയമായി വിഭജിക്കപ്പെട്ട ഭൂമിയായിരുന്നു എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹേരോദാവിൻ്റെ മകൻ അർക്കെലേയോസാണ് ആദ്യം യഹൂദ്യ ഭരിച്ചത്. എന്നാൽ റോം അദ്ദേഹത്തെ പുറത്താക്കി. അതിനുശേഷം പൊന്തിയോസ് പീലാത്തോസ് ഉൾപ്പെടെയുള്ള റോമൻ ഗവർണർമാർ നേരിട്ടവിടം ഭരിച്ചു. അങ്ങനെ റോമൻ ഭരണത്തിൻ കീഴിലും ഇടപ്രഭുക്കന്മാരുടെ കീഴിലും
രാഷ്ട്രീയമായി വിഭജിക്കപ്പെട്ട ആ കാലത്താണ് മരുഭൂമിയിൽ വെച്ച് സെഖരിയാവിൻ്റെ മകനായ യോഹന്നാന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായത്. ദൈവം യോഹന്നാനുമായി സംസാരിച്ചതിന് ശേഷം അവൻ യഹൂദ്യ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു. വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു അവൻ്റെ ഭക്ഷണം. എന്നാൽ അവൻ്റെ സന്ദേശം വ്യക്തവും ശക്തവുമായിരുന്നു. പാപമോചനത്തിനായുള്ള മാനസാന്തരത്തിൻ്റെ സ്നാനത്തെക്കുറിച്ച് അവൻ പ്രസംഗിച്ചു. വരാനിരിക്കുന്നവനായി അവൻ ആളുകളെ ഒരുക്കുകയായിരുന്നു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരുവന്റെ ശബ്ദത്തെക്കുറിച്ച് യേശയ്യാവ് പറഞ്ഞിട്ട് ഏകദേശം 700 വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ആ പ്രവചനം യോഹന്നാനിലൂടെ നിവൃത്തിയേറുകയായിരുന്നു. യോർദാൻ നദിയിൽ സ്നാനമേൽക്കുവാൻ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നുകൊണ്ടിരുന്നു. അവരുടെ ഇടയിൽ പരീശന്മാരും സദൂക്യരും ഉണ്ടായിരുന്നു. യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് പരീശന്മാരിലും സദൂക്യരിലും പലരും വരുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് പറഞ്ഞു, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാര്? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. ജനക്കൂട്ടം അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഞങ്ങൾ എന്തു ചെയ്യണം? 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ. ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ. അവിടെ ചുങ്കക്കാരും സ്നാനമേൽപ്പാൻ വന്നു. അവർ അവനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എന്തു ചെയ്യണം? നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികമൊന്നും പിരിക്കരുത്. ചില പട്ടാളക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങൾ എന്തു ചെയ്യണം? ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മാത്രം മതിയെന്നു വെപ്പിൻ. ജനം ആകാംക്ഷയോടെ കാത്തിരിക്കുകയും അവൻ ക്രിസ്തുവാണോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തപ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അവന് വീശുമുറം കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. അതായത് കൊയ്ത്തു കഴിഞ്ഞ ഗോതമ്പും പതിരും വേർതിരിച്ചെടുക്കുന്ന ഒരു കർഷകനെ പോലെ തന്നെയാണ് വരാനിരിക്കുന്ന മിശിഹ. ഇത് ന്യായവിധിയുടെ ഭാഷയാണ്. യഥാർത്ഥ വിശ്വാസികളും പുറമേ മതപരമായി മാത്രം ജീവിക്കുന്നവരും വേർതിരിക്കപ്പെടും. യോഹന്നാൻ മനസ്സുമാറാത്തവർ വിധിയെ അഭിമുഖീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. പിന്നീട് യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്നു യോർദാന്റെ കരയിൽ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി. നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്കാവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ? ഇപ്പോൾ സമ്മതിക്ക്, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതം. സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്നു കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവു പ്രാവന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നതു അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്നാനത്തിനു തൊട്ടു പിന്നാലെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി. നീ ദൈവപുത്രനെങ്കിൽ താഴത്തോട്ട് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു. പിന്നെ
പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്കു തരാം. സാത്താനെ, എന്നെ വിട്ടുപോ. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നെഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൂതന്മാർ അടുത്തുവന്ന് അവനെ ശുശ്രൂഷിച്ചു. യോർദാൻ നക്കരെയുള്ള ബേഥാനിയയിൽ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനെക്കുറിച്ചുള്ള വാർത്ത പരന്നു. നീ ആരാണെന്ന് ചോദിക്കാൻ യെരുശലേമിലെ യഹൂദ നേതാക്കൾ പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചു. അവർ അവനോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ ക്രിസ്തുവല്ല. പിന്നെന്ത്? നീ ഏലിയാവോ? അല്ല. നീ ആ പ്രവാചകരാണോ? അല്ല. നീ ആ പ്രവാചകനാണോ എന്ന് അവർ ചോദിച്ചപ്പോൾ, വളരെ കാലം മുമ്പ് മോശ ദൈവം തന്നെപ്പോലെ ഒരു പ്രവാചകനെ ജനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കും എന്ന് നൽകിയ വാഗ്ദാനത്തെക്കുറിച്ചാണ് അവർ പരാമർശിച്ചത്. ഇസ്രയേലിൽ പലരും ആ പ്രവാചകനെ കാത്തിരുന്നു. നീ ആരാകുന്നു? ഞങ്ങളെ അയച്ചവരോട് ഉത്തരം പറയേണ്ടതിന് നീ നിന്നെക്കുറിച്ച് തന്നെ എന്തു പറയുന്നു? യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ, കർത്താവിന്റെ വഴി നേരെയാക്കുവീൻ എന്നു മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു. നീ ക്രിസ്തുവല്ല, ഏലിയാവല്ല, ആ പ്രവാചകനുമല്ല. എങ്കിൽ നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്തിനാണ്? ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. എന്റെ പിന്നാലെ വരുന്നവൻ തന്നെ. അവന്റെ ചെരിപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. 1-ാം നൂറ്റാണ്ടോടെ ജൂതന്മാർ മിശിഹായെ പ്രതീക്ഷിച്ചിരുന്നു. ഈ പ്രതീക്ഷ അവരുടെ ഭാവനയിൽ നിന്നുണ്ടായതല്ല, അത് തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വാഗ്ദാനങ്ങളിൽ നിന്നുണ്ടായതാണ്. ദാവീദിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരപ്പെടുമെന്ന് ദൈവം അവനോട് വാഗ്ദാനം ചെയ്തിരുന്നു. നീതിയോടെ ഭരിക്കുന്ന വരാനിരിക്കുന്ന ഒരു രാജാവിനെക്കുറിച്ച് പ്രവാചകന്മാരും സംസാരിച്ചിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ അധികാരത്തോടെ പ്രസംഗിച്ചും ജനതയെ മാനസാന്തരത്തിലേക്ക് ക്ഷണിച്ചും മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ ക്രിസ്തുവായിരിക്കുമോ എന്ന് ആളുകൾ ഹൃദയത്തിൽ ചിന്തിച്ചു തുടങ്ങി. പിറ്റേന്ന് യേശു തന്റെ അടുക്കിലേക്ക് വരുന്നത് അവൻ കണ്ടു. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു. അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്നു ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. ഞാനോ അവനെ അറിഞ്ഞില്ല. എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ വന്നിരിക്കുന്നു. ആത്മാവൊരു പ്രാവുപോലെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അതവന്റെ മേൽ വസിച്ചു. ഞാനോ അവനെ അറിഞ്ഞില്ല. എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവിറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ? അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്നു സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. പിറ്റന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ അതിലേക്കൂടി കടന്നുപോകുന്ന യേശുവിനെ കണ്ടു. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ടിട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞു അവർ പിന്നാലെ വരുന്നതു കണ്ടു. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? ഗുരോ, അങ്ങ് എവിടെ പാർക്കുമോ? വന്നു കാൺമിനി. അങ്ങനെ അവൻ താമസിക്കുന്ന ഇടം അവർ കണ്ടു. അന്ന് അവർ അവനോട് കൂടെ പാർത്തു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയാസായിരുന്നു. അവൻ തന്റെ സഹോദരനായ ശിമോനെ കണ്ട് അവനോട്, ഞങ്ങൾ മശീഹായെ കണ്ടെത്തിയിരിക്കുന്നു എന്നു പറഞ്ഞു. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശിമോനാകുന്നു. നിനക്ക് പത്രോസ് എന്നു പേരാകും. പിറ്റന്നാൾ യേശു ഗലീലേക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്ക എന്നവനോട് പറഞ്ഞു. ഫിലിപ്പോസ് അന്ത്രയാസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബേത്സൈദയിൽ നിന്നുള്ളവനായിരുന്നു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അവനോട് പറഞ്ഞു, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു.
അവൻ യോസേഫിന്റെ പുത്രനായ യേശു എന്ന നസ്രത്തുകാരൻ തന്നെ. നസറത്തിൽ നിന്നോ വല്ല നന്മയും വരുമോ? നീ സ്വയം വന്ന് കാണുക. ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല. അങ്ങ് എന്നെ എവിടെ വെച്ചറിയും? ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ്. ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറഞ്ഞതുകൊണ്ടു നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയതു കാണും. ആമീൻ, ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും. അങ്ങനിരിക്കെ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. കല്യാണ വീട്ടിൽ വീഞ്ഞ് തികയാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്വിൻ. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമമനുസരിച്ച് 2 3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രമുണ്ടായിരുന്നു. ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പിൻ. അവർ കൊണ്ടുപോയി കൊടുത്തു. അതെവിടെ നിന്നെന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിമോക്കിയപ്പോൾ തന്നെ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചല്ലോ. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ചു ചെയ്തു. തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അനന്തരം അവനും അവന്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും കഫർനാഹൂമിലേക്ക് പോയി. ജനങ്ങൾ മിശിഹായെ കാത്തിരിക്കുകയായിരുന്നു. യോഹന്നാൻ അവർക്ക് യേശുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. പിതാവ് അത് സ്ഥിരീകരിച്ചു. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. കാനാവിൽ അവൻ തന്റെ മഹത്വം വെളിപ്പെടുത്തി. നമുക്കുള്ള സന്ദേശം ലളിതമാണ്. യേശു തന്നെ വെളിപ്പെടുത്തുമ്പോൾ നാം പ്രതികരിക്കണം. യോഹന്നാനെപ്പോലെ നാം അവനെ അംഗീകരിക്കണം. ശിഷ്യന്മാരെപ്പോലെ നാം അവനെ അനുഗമിക്കണം. കാനാവിലെ ദാസന്മാരെപ്പോലെ നാം അവനെ അനുസരിക്കണം. നാം വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ അവന്റെ മഹത്വം നാം കാണും.